LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞത് സീറ്റ് വിഭജനം രമ്യമായി പരിഹരിച്ചു എന്നാണ്. ഒരു തർക്കവും ഉണ്ടായില്ല. സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ എതിരഭിപ്രായങ്ങൾ ഉണ്ടായില്ല. എല്ലാവരും ചേർന്ന് ഒറ്റക്കെട്ടായി സീറ്റ് വിഭജനം പൂർത്തിയാക്കി. പക്ഷേ ജയരാജൻ്റെ വാക്കുകളെ തള്ളിക്കൊണ്ട് ശ്രേയാംസ് കുമാർ, RJDയുടെ നേതാവ്, സംസ്ഥാന നേതാവ് ശ്രേയാംസ് കുമാർ വന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, തങ്ങളുടെ അനിഷ്ടം തങ്ങൾ പ്രകടമാക്കിയിരുന്നു. പക്ഷേ CPM എന്ന വലിയേട്ടൻ അത് കാര്യമാക്കി എടുത്തില്ല. അതുകൊണ്ട് തന്നെ CPM വിട്ട് കോൺഗ്രസ്സിലേക്ക് ചേക്കേറാനുള്ള ശ്രമത്തിലാണ് RJDക്ക് ഒരുപാട് പരിഭവമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെറു കക്ഷികൾക്ക്, നമ്മുടെ കൃഷ്ണൻകുട്ടിക്കും AK ശശീന്ദ്രനും, NCPയിലെ AK ശശീന്ദ്രൻ ഒക്കെ മന്ത്രിപദം നൽകി CPM LDF. പക്ഷേ RJDക്ക് ഒരൊറ്റ മന്ത്രിസ്ഥാനം പോലും നൽകിയില്ല. RJD നേതാക്കൾ അതിൽ പരിഭവത്തിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RJDക്ക് സീറ്റ് കൊടുക്കാമെന്ന് CPM വാഗ്ദാനം നൽകിയിരുന്നു എന്നാണ് ശ്രേയാംസ് കുമാർ പറയുന്നത്. എന്നാൽ കാര്യത്തോടടുത്തപ്പോൾ CPM കാല് മാറി എന്ന് മാത്രമല്ല, RJDയെ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന രീതിയിൽ അപമാനിക്കുകയും ചെയ്തു. RJDയുടെ മുമ്പിൽ വെച്ചാണ്, RJD നേതാവ് ശ്രേയാംസ് കുമാറിൻ്റെ മുമ്പിൽ വെച്ചാണ് സീറ്റ് വിഭജന ചർച്ചകൾ നടന്നത്. അവിടെ ഒന്നും പറയാൻ, ഒരക്ഷരം മിണ്ടാൻ ശ്രേയാംസ് കുമാറിന് കഴിഞ്ഞില്ല. പിണറായി വിജയൻ്റെ ആജ്ഞാശക്തിക്ക് മുമ്പിൽ സംസാരിക്കാൻ കഴിയാതെ പോയി ശ്രേയാംസ് കുമാറിന്. അദ്ദേഹം ഇപ്പോൾ RJDയുടെ പരമോന്നത നേതാവ് ലാലു പ്രസാദ് യാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലാലു പ്രസാദ് യാദവുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ CPMന് ഒറ്റ സീറ്റ് പോലും കൊടുക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ബീഹാറിൽ CPMന് വലിയ തിരിച്ചടിയായി മാറും. RJD ബീഹാറിൽ വലിയ പാർട്ടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM ജയിക്കുന്നത് RJDയുടെ വോട്ട് കൊണ്ടാണ്. ആ RJDയോട് ഇപ്പോൾ ശ്രേയാംസ് കുമാർ പറഞ്ഞിരിക്കുന്നു, ഇനി CPMുമായി ബാന്ധവം വേണ്ട. മാത്രമല്ല, കേരളത്തിലെ RJD കോൺഗ്രസ്സിലേക്ക് ചേക്കേറും എന്നുള്ളത് ഉറപ്പായി. ശ്രേയാംസ് കുമാറിന് സഹിച്ച് മതിയായി. അവഗണനകൾ ഒരുപാട് സഹിച്ചുവെന്ന് അദ്ദേഹം പറയുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരെ LDFൽ തുടരാമെന്ന് ചില നേതാക്കൾ അഭിപ്രായപ്പെട്ടെങ്കിലും അതുവരെ കാത്തിരിക്കേണ്ടതില്ല എന്നാണ് ശ്രേയാംസ് കുമാറിൻ്റെ അഭിപ്രായം. ഇനി അതുവരെ കാത്തിരുന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ കറിവേപ്പിലയായി മാറും, തങ്ങൾ വെറും നോക്കുകുത്തികളായി മാറും. ഇത് ശ്രേയാംസ് കുമാർ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ചേർത്തുകൊണ്ട്, കോൺഗ്രസിൻ്റെ കൊടിക്കീഴിൽ നിന്നുകൊണ്ട് തിരഞ്ഞെടുപ്പ് നേരിടാൻ RJD തീരുമാനിച്ചിരിക്കുന്നു. RJDയുടെ തീരുമാനം ശക്തമാണ്. ലാലു പ്രസാദ് യാദവ് അതിന് സമ്മതം മൂളിയിട്ടുണ്ട് എന്നാണ് സൂചന. ലാലു പ്രസാദ് യാദവിൻ്റെ സമ്മതം കിട്ടിയതോടുകൂടി കോൺഗ്രസ്സിലേക്ക് ചേക്കേറാനുള്ള എല്ലാവിധ പഴുതുകളും നോക്കുകയാണ് ശ്രേയാംസ് കുമാർ.